നമസ്കാരം ഡോക്ടർ ഷീയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ആനിമൽസിന് ആനിമേഷൻസ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അതിൽ നമ്മൾ ഇന്ന് ചൂസ് ചെയ്തേക്കുന്നത് വൂൾഫാണ്. അതേപോലെ പിഗ് ഉണ്ട്, ഡിയർ ഉണ്ട്, ഒക്കെ ഒരേ മെത്തേഡ് തന്നെയാണ്. ഫോക്സ് ഉണ്ട്, ഒക്കെ ഒരേ മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും ആനിമേഷൻ കൊടുത്ത് നിങ്ങൾക്ക് നല്ലൊരു ആനിമേഷൻ മൂവി ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഫ്രഷേഴ്സ് ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള ഫോക്സിനൊക്കെ ഡൗൺലോഡ് ചെയ്യണം അല്ലേ. നേരെ എപ്പിക് ഗെയിമിന്റെ മാർക്കറ്റ് പ്ലേസിൽ വരിക. അല്ല, നമ്മൾ ഈ ഫ്രീ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇതിൽ വരിക. ഇതിൻ്റെ അകത്ത് പെർമനന്റ്ലി ഫ്രീ കളക്ഷനിൽ ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെ പേജിന്റെ അകത്താണ്. മൂന്നാമത്തെ പേജിന്റെ അകത്താണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ നോക്കാട്ടോ. അപ്പോൾ അതിൽ ആനിമൽ വെറൈറ്റി പാക്ക് ഉണ്ടാവും. ഒന്നെങ്കിൽ സെർച്ച് ചെയ്താലും മതി, ഇല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാനും മതി കേട്ടോ. ആനിമൽ വെറൈറ്റി പാക്കിന് സെലക്ട് ചെയ്യാം. ആനിമൽ വെറൈറ്റി പാക്ക് എന്നാണ് ഇതിന്റെ പേര്. ഇതിൽ വൂൾഫ് ഉണ്ട്, ഫോക്സ് ഉണ്ട്, എന്താ പിഗ് ഉണ്ട്, ഡിയർ ഉണ്ട്, എന്താ പിന്നെ കാക്കയുണ്ട്. ഓക്കെ അല്ലേ. ആഡ് ടു പ്രൊജക്ട് കൊടുക്കുക. ഇത് ഏത് പ്രൊജക്റ്റിലേക്കാണ് ആഡ് ചെയ്യേണ്ടത് അതിനെ സെലക്ട് ചെയ്യുക. ആഡ് ടു പ്രൊജക്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. ഇത് ഫ്രീ പാക്ക് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഡൗൺലോഡ് കംപ്ലീറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കണ്ടന്റ് ഡ്രോവർ ഓപ്പൺ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ ഒരു ആനിമൽ വെറൈറ്റി പാക്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഐക്കൺ ഉണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്കെലിറ്റൽ മെഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിൽറ്ററിംഗ് ഓപ്ഷൻ ആണ് കേട്ടോ. അത് ആ സ്കെലിറ്റൽ മെഷിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ആനിമൽ വെറൈറ്റി പാക്കിന്റെ അകത്തുള്ള സ്കെലിറ്റൽ മെഷുകളൊക്കെ കിട്ടും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന് റിഗിങ് കഴിഞ്ഞാണ്. അതായത് ഇതിന് ബോണ് എല്ലുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിന് ആനിമേഷൻ ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്കെലിറ്റൽ മെഷീൻ ആഡ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ സ്റ്റാറ്റിക് മെഷ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്കെലിറ്റൽ മെഷ് ആയിട്ട് ഇതിനെ ഞാൻ ജസ്റ്റ് ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ നല്ല മഴയത്തൊരു വൂൾഫിലെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നടന്നു പോകുന്നതോ ജമ്പ് ചെയ്യുന്നതോ ആയിട്ടുള്ള ആനിമേഷൻ കൊടുക്കുക. ഈ മഴ എങ്ങനെ ചെയ്യുന്നത് നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ളവർ കണ്ടു നോക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നേരെ ഇവനെ ഫോക്കസ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ക്യാമറ നമുക്ക് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ജസ്റ്റ് ഈ പ്ലസ് ബട്ടണിൽ വരിക, സിനിമാറ്റിക്കിൽ വരിക. അതിൻ്റെ അകത്ത് സിനി ക്യാമറ ആക്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാമറ ഇവിടേക്ക് ആഡ് ആയി. ക്യാമറ ഇങ്ങോട്ടാണ് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു കുറുക്കനെ ഫോക്കസ് ചെയ്ത് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ആ സിനി ക്യാമറ ആക്ടർ ഏതാന്ന് നോക്കുക. ഞാൻ 3 ആണ് കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ ക്യാമറ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്നാപ്പ് ഒബ്ജക്റ്റ് വ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ കുറുക്കനാണ് ഫോക്കസ് ആയിരിക്കുന്നത്, ഇതേപോലെ തന്നെ കേട്ടോ. ഇനി ഈ ഒരു ക്യാമറ സീൻ മൊത്തത്തിൽ ഇവിടെ വലുതായി കാണാൻ വേണ്ടി പെർസ്പെക്റ്റീവിൽ വന്ന ശേഷം സിനി ക്യാമറ ആക്ടർ 3 കൊടുക്കുക. അപ്പൊ എന്തായി, ആ ക്യാമറ 3 ആണ് ഇപ്പോൾ ഇവിടെ വർക്ക് ആകുന്നത്. അപ്പൊ നമ്മൾ എങ്ങോട്ട് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ക്യാമറയാണ് തിരിയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ഇങ്ങനെ തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ക്യാമറ ഒക്കെ കൊണ്ടുവന്നിട്ട് ആ കുറുക്കനെ കാണിക്കുന്ന സീനെ കാണിക്കുന്ന നല്ല ഭംഗി ഉണ്ടാവും അല്ലേ. അപ്പൊ അതിന് ലെവൽ സീക്വൻസ് എന്ന സംഭവം ഉണ്ട്. അത് ഇവിടുന്നത് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ആഡ് ലെവൽ സീക്വൻസ് കൊടുക്കുക. സിമ്പിൾ അല്ലേ. ഇത് ഏതെങ്കിലും ഒരു ഫോൾഡറിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോൾഡറിന്റെ അകത്തിനെ സേവ് ചെയ്യാം. അപ്പൊ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പുതിയ ഫോൾഡറൊക്കെ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വൂൾഫിൻ്റെതല്ലേ, വൂൾഫ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഉണ്ടാക്കി വൂൾഫ് ആനിമേഷൻ കൊടുത്തിട്ട് അതിന്റെ ഫോൾഡർ ഓപ്പൺ ചെയ്ത് അവിടെ വൂൾഫ് തന്നെ എഴുതാം അല്ലേ. എന്നിട്ട് സേവ് കൊടുക്കുക കേട്ടോ. സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ വൂൾഫിനെ ആഡ് ചെയ്തു, സീനും ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിന് ആനിമേഷൻ കൊടുത്താൽ മാത്രമേ, സിമ്പിൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഈ പാക്കേജിന്റെ കൂടെ വരുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടാനൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സീനിലേക്ക് ഞാൻ ആദ്യം എന്റെ ക്യാമറനെ ആഡ് ചെയ്യണം അല്ലേ. ക്യാമറ ആക്ടർ 3 ഇവനെ ആദ്യം തന്നെ ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പൊ ഇനി ഈ ക്യാമറ റെക്കോർഡ് ചെയ്യുന്നൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇനി എന്റെ വൂൾഫിനെയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം അല്ലെ. വൂൾഫ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. വൂൾഫിന്റെ സ്കെലിറ്റൽ മെഷിനെ ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ആഡ് ചെയ്യുക. ഒരു അസ്ഥികൂടത്തിൽ ചിത്രമായിരിക്കും കേട്ടോ. ഇപ്പോ ഞാൻ ഈ ക്യാമറക്ക് ആദ്യം ചെറിയൊരു ആനിമേഷൻ കൊടുക്കണം അല്ലെ. അപ്പൊ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. ക്യാമറയിൽ വരാം. ക്യാമറ ആക്ടർ 3 വന്നു കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് നിൽക്കുകയാണ് ട്രാൻസ്ഫോം എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിലൊരു ഇവിടെ കണ്ട ഒരു കീ ഫ്രെയിം ആണ് ഇത്, ഈ പ്ലസ് കാണിക്കുന്നത്. കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഹെഡർ നീക്കി കൊണ്ടുപോവുക. 150 ഫ്രെയിംസ് ആണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. 150ാമത്തെ ഫ്രെയിമിലേക്ക് വരിക. 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ 60 ആക്കാം, എത്ര വേണമെങ്കിലും ആക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ക്യാമറ വന്നിട്ട് ഈ വൂൾഫിന്റെ മുന്നിലേക്ക് ഇങ്ങനെ ക്യാമറ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നൊരു ടൈപ്പിലേക്ക് ചെയ്യാം അല്ലേ. കുറച്ചിങ്ങനെ മരമൊക്കെ കാണണം ഇതിലേക്ക്, അപ്പോഴാണ് ഒരു ഭംഗി ഉണ്ടാവുക. ഓക്കെ, അവിടേക്ക് ഞാൻ എന്ത് ചെയ്യുക, ഒരു കീ ഫ്രെയിം കൂടെ അപ്ലൈ ചെയ്യുക. ഇപ്പൊ ജസ്റ്റ് നോക്കിക്കോ, പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ റൗണ്ട് അടിച്ചു വരും. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലേ വന്നേ, ആ റൗണ്ട് അങ്ങനെയല്ല കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഏകദേശം നടുവിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ഇവിടെ കിട്ടണമെങ്കിൽ ഇത്രയും കൂടെ പുറത്തേക്ക് ഇങ്ങനെ വരണം അല്ലേ ക്യാമറ. അപ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുള്ളൂ. അവിടെ വെച്ചിട്ട് അവിടെ ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യാം. ഇപ്പൊ നോക്കിക്കോ, ആ റൗണ്ട് കിട്ടും. ഓൾമോസ്റ്റ് ഞാൻ വിചാരിച്ച പോലെ റൗണ്ട് കിട്ടിയിട്ടുണ്ട്. തൽക്കാലം അങ്ങനെ കിട്ടെ. തോനെ നമ്മൾ ഇതിന്റെ മുകളിൽ കളിക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ, അത്രയും മതി. പിന്നെ എന്ത് ചെയ്യുക, നേരെ വൂൾഫിന്റെ അകത്ത് വരാം. വൂൾഫിന് ആനിമേഷൻ കൊടുക്കണം. SK വൂൾഫ് എന്നുണ്ടോ, സ്കെലിറ്റൽ മെഷ് വൂൾഫ് ആണ് കേട്ടോ. അതിൽ ആനിമേഷൻ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആനിമേഷൻ കിട്ടും. ഈ വൂൾഫിന്റെ തന്നെ ആനിമേഷൻസ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ വൂൾഫ് കിടക്കുന്നതോ, കിടക്കുന്ന ഇങ്ങനെ
ദാ ഈ ഒരു ആനിമേഷൻ ആണെങ്കിൽ നോക്കോ, സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ക്യാമറ ഇങ്ങനെ റൊട്ടേറ്റ് അടിയുന്നതുകൊണ്ട് കിടക്കുന്ന ആനിമേഷനിൽ വലിയൊരു റോളില്ല. അവിടെ എത്തിയിട്ട് ഇനി എന്ത് ചെയ്യണം, അത് നടന്നു പോകണം അല്ലെ. ഇങ്ങനെ കാണിക്കുക, ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കിടക്കുന്ന തന്നെ ഇവിടുന്ന് ക്യാമറ ഇവിടെ എത്തുമ്പോഴേ ഇവൻ എണീക്കണം അല്ലെ. അപ്പൊ അടുത്ത ആനിമേഷൻ കൊടുക്കുക. ഇവിടെ ഈ ഒരു പോയിന്റിൽ കൊണ്ടുവച്ച ശേഷം ആനിമേഷനിൽ വരിക, പ്ലസ് അടിക്കുക. അടുത്ത ആനിമേഷൻ എന്താ, മെല്ലങ്ങ് എഴുന്നേക്കുന്നതായിക്കോട്ടെ അല്ലെ. നമുക്ക് ഇതിങ്ങനെ ക്യാമറ റൊട്ടേറ്റ് ചെയ്യാണ്ട് അടുത്ത് വെച്ച് തന്നെ കാണാൻ വേണ്ടിയിട്ട് സംഭവം പാളിപ്പോയിണല്ലേ. ആ ക്യാമറ റൊട്ടേറ്റ് ചെയ്ത് ഒരു കുന്തവും കാണില്ല. ഞാനത് ഒഴിവാക്കട്ടെ. അബദ്ധം പറ്റി നമ്മൾ സമ്മതിക്കണല്ലേ അല്ലേ. കുറച്ചുകൂടെ ഭംഗിയിൽ ഇത് കാണാന്നുള്ളൊരു ഉദ്ദേശത്തില് അവിടെ ഫോക്സ് അല്ല ഫോക്സ് അല്ല വൂൾഫിന്റെ അടുത്തേക്ക് വെക്കല്ലേ ക്യാമറ. ഇനി നമുക്ക് ഇതിന് നടന്നു പോകുന്ന ആനിമേഷൻ, അത് നിങ്ങൾക്ക് ഭയങ്കര ഒരു വെറൈറ്റി ആയിരിക്കും അല്ലെ, ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവും നടന്നു പോകുന്ന ആനിമേഷൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നടന്നു പോകുന്ന ആനിമേഷൻ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, അപ്പോൾ സ്കെൽറ്റൽ മെഷിൽ തന്നെ വരിക, ആനിമേഷനിൽ വരിക, പ്ലസ് കൊടുക്കുക. നേരത്തെ അതേ തന്നെ കേട്ടോ. അവിടെ വാക്ക് നടിച്ചു നോക്കുക, വാക്കിംഗ് ഓർ ജമ്പിങ്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചു കൊടുക്കുക. എത്രത്തോളം നടക്കണം എന്നുള്ള, ഇത്രയും ദൂരം നടക്കണം എന്നുള്ള കണ്ടീഷനാണ്. നോക്കിയോ, ഇതിങ്ങനെ നടക്കും. അപ്പൊ മുന്നോട്ടേക്ക് പോകുന്നില്ല അല്ലെ. അപ്പൊ ഇനി എന്ത് ചെയ്യണം, ഇവന് ട്രാൻസ്ഫോമിന്റെ അകത്തൊരു കീ ഫ്രെയിം കൊടുക്കുക ഇവിടെ. ഓക്കെ അല്ലേ. ഇതിൽ ആ സ്കെൽറ്റൽ മെഷിൽ ട്രാൻസ്ഫോമിന്റെ അടുത്തൊരു കീ ഫ്രെയിം കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇടാം കേട്ടോ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ നല്ലപോലെ പറയാട്ടോ. എനിക്ക് പറയുമ്പോൾ ഒരു ഐഡിയ കിട്ടുന്നില്ല, എന്നെന്തോ ഒരു സുഖമല്ല, ഭയങ്കര ക്ഷീണമൊക്കെ. രാവിലെ കുറെ ദൂരം നടന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ ക്ഷീണമായിരിക്കും ചിലപ്പോൾ. ഒന്നും പറയുന്നൊന്നും ഇവിടെ ഫ്ലോ ഇട്ടില്ല. ഓക്കെ, ഇവനെ നമുക്ക് വേണ്ട പൊസിഷനിലേക്ക് നീക്കി വെക്കുക കേട്ടോ. എന്നിട്ട് അവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കുക. ആർക്കാണ്, ട്രാൻസ്ഫോമിന്റെ അകത്ത് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ ബാക്കിൽ കൊണ്ടുവച്ച് പ്ലേ ചെയ്ത് നോക്കിയേ. കണ്ടോ, വൂൾഫ് നടന്ന് പോണേ. ആ സ്പീഡ് കുറച്ച് കൂടുതലായി പോയി അല്ലേ. അപ്പൊ അത്രയും ദൂരം ട്രാൻസ്ഫോം ചെയ്യരുത്. നടത്തുന്നതിന്റെ സ്പീഡിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം അല്ലെ. അപ്പൊ ഇവൻ അധികം ദൂരം പോകണ്ട, കുറച്ച് ദൂരം പോകുന്നാൽ മതി, ഇത്ര ദൂരം പോകുന്നാൽ മതി. എന്നിട്ട് അവിടെ ഒരു ട്രാൻസ്ഫോം കീ ഫ്രെയിം കൊടുക്കുക ട്രാൻസ്ഫോമിൽ. അപ്പൊ അങ്ങനെ നല്ല കുറുക്കനല്ല ചെന്നായ നല്ല അടിപൊളിയായിട്ട് നടന്നു പോകുന്നുണ്ട് അല്ലെ. അതിന്റെ പാത്താണ് നമ്മൾ ഈ പച്ച കളറായിട്ട് കാണുന്നത്. ഓക്കെ അല്ലേ. ഇനി ഇതിന്റെ ഔട്ട് എങ്ങനെയാ എടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ നേരത്തെ വീഡിയോ ചെയ്താണ്. സീക്വൻസിൽ വരിക, ക്യാപ്ചർ മൂവി കൊടുക്കുക. വീഡിയോ ഔട്ട് എടുക്കുന്നതിനെ പറ്റി കൂടുതൽ അറിയാത്തവരുണ്ടെങ്കിൽ നേരെ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു കോളത്തിൻ്റെ അത് ഞാൻ ആ വീഡിയോ ആഡ് ചെയ്യാം. നിങ്ങൾ കണ്ടിട്ട് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ക്യാപ്ചർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.